നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ചോദ്യം ഇങ്ങനെയാണ്: ഒരാൾ വീട്ടിൽ മരണപ്പെട്ടു പോയി, അടുത്ത ബന്ധുവാണ്, എങ്കിലും അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പൊങ്കാല ഇടാവൂ എന്നുള്ള നിർബന്ധമാണോ എന്നുള്ളതാണ്. പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പം പലരും ധരിച്ചു വച്ചിരിക്കുന്ന കാര്യത്തിനൊരു മാറ്റം ഉണ്ടായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായാലും ശരി, മരണപ്പെട്ടു പോയാൽ 1 വർഷം വരെ പൊങ്കാല ഇടാതിരിക്കുക എന്നുള്ളത് ഒരു ശീലമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ പണ്ടത്തെ കുടുംബക്ഷേത്രങ്ങളിൽ അവിടുത്തെ മൂത്ത കാരണവർ ആയിട്ടുള്ള ആൾക്കാരോ മറ്റൊക്കെ മരണപ്പെട്ടു പോയാൽ പിന്നെ 1 വർഷത്തേക്ക് അമ്പലം അടഞ്ഞു കിടക്കും, പിന്നെ തുറക്കില്ല. അങ്ങനെ തെക്കേതുകൾ എന്നൊക്കെ പറയപ്പെടുന്ന ചില സ്ഥാനങ്ങളുണ്ട്, ചാവുകളൊക്കെ ഇരുത്തുന്ന. അവിടെയൊക്കെ 1 വർഷം കഴിഞ്ഞ് നട തുറക്കുള്ളൂ, പിന്നെ പൊങ്കാല ഇടാൻ സാധിക്കുകയുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതൊക്കെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾക്കോ മറ്റൊക്കെ പൊങ്കാലയുള്ളപ്പം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാലും നമുക്ക് 1 വർഷം വരെ കാത്തു കെട്ടിയിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇരിക്കേണ്ട ആവശ്യം വരും. എവിടെയാണ്? ആ വീട്ടിൽ അസ്ഥി വെച്ച് പൂജ കൊടുക്കുന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടേ അത് നിമജ്ജനം ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അധികാരിയായിട്ട് വയ്ക്കുന്ന ആൾക്കാർക്ക് പൊങ്കാല ഇടാൻ പാടില്ല. അല്ലാതെ 16 കഴിഞ്ഞ് അസ്ഥി ഒഴുക്കൽ കഴിഞ്ഞു, 41 ദിവസം കഴിഞ്ഞു അസ്ഥി ഒഴുക്കൽ കഴിഞ്ഞു, ഇങ്ങനെ 2 തരത്തിലാണ് പൊതുവിൽ ചെയ്യുന്നത്. 16 കഴിഞ്ഞ് ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, പുലകുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൊങ്കാല ഇടുന്നതിൽ വിരോധമൊന്നുമില്ല. ചിലപ്പം ചിലർക്ക് ആ മനസ്സിൻ്റെ ആഘാതം അവിടെ കിടക്കും. അതായത് മരണപ്പെട്ടു പോയിട്ടുള്ള ആ ആത്മബന്ധം അവർക്ക് പുറത്തോട്ട് പോകാനോ പൊങ്കാലിടാനോ ഒന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു 3 മാസം കഴിഞ്ഞിട്ടൊക്കെ പോയിട്ട് പൊങ്കാലിടാവുന്നത്, 90 കഴിഞ്ഞിട്ട് അവർക്ക് പൊങ്കാലിടാം. അപ്പോഴാ ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് മാറിക്കിട്ടും. മാത്രമല്ല, ഇങ്ങനെ ഒരു പൊങ്കാലയൊക്കെ അർപ്പിച്ച ഭക്തിയോടെ നിൽക്കുമ്പോൾ ഈ വലിയ ആഘാതമല്ലേ മരണമെന്ന് പറയുന്നത്, അത് സംഭവിച്ചിട്ട് അതിൻ്റെ ആ കെട്ടുപാടുകളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനും ഭഗവതിക്കൊരു പൊങ്കാല സമർപ്പിക്കുന്ന ഗുണകരമാണ്. അതുകൊണ്ട് മാക്സിമം അതിൽ നിങ്ങൾക്കൊരു 41 ദിവസം, അല്ല അതിനപ്പുറം 90 ദിവസം വരെ പരമാവധി എടുത്താൽ മതി. അതിനപ്പുറം പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ പറഞ്ഞതുപോലെ അസ്ഥി വെച്ച് പൂജ ചെയ്യുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ആണ്ടുബലിക്ക് ഇത് പുഴയിൽ ഒഴുക്കുന്നുള്ളൂ അല്ലെങ്കിൽ കടലിൽ ഒഴുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആ ടൈമിൽ അത് 1 വർഷം കഴിഞ്ഞിട്ട് പൊങ്കാല ഇട്ടാൽ മതി.